ഇവിടത്തെ കുഞ്ഞുങ്ങൾ എന്ത് ഭയത്തോടെ പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണ്. എല്ലാ കാര്യവും வாழ்க்கைக்கு ஆசீர்வாதமாக இருக்க உதவி செய்யுங்க. ஏசப்பா நாங்க நல்லா படிக்க உதவி செய்யுங்க. ஞாபக சக்தி தாங்க. படிக்கிற பாடம் எல்லாம் நல்ல மனதுல உதவி செய்யுங்க. நாங்க வளரும் நாட்கள்ல ஒழுக்கத்துல கீழ்ப்படியும் அப்பா அம்மாவுக்கு கீழ்ப்படிஞ்சு வளர உதவி செய்யுங்க. இயேசுவின் நாமத்தில் பிதாவே ஆமென். எப்படி பாடணும் அதுதான் நம்ம இந்த பாட்டு பாடணும். கத்துக்கலாமா? அதுல ஒரு அண்ணன் மாட்டிக்கிட்டாரு. ஒரு அண்ணன் அவர் என்ன பண்றாரு? மாட்டிக்கிட்டு நாளைக்கையும் வேஸ்ட் பண்ணிட்டாரு. என்ன பண்ணிட்டாரு? நாளையும் வேஸ்ட் பண்ணிட்டாரு. அவங்க மனைவி என்ன பண்ணிட்டாங்க தெரியுமா? உப்புக்குள்ளா மாறிட்டாங்க. என்ன பண்ணிட்டாங்க? அவங்க ரெண்டு பொண்ணுக்கும் என்ன மேரேஜ் ஆகல. ஏன் அவங்க மனைவி உப்பு துண்டா மாறிட்டாங்க தெரியுமா? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങൾ പിന്നെ സ്കൂളിൻ്റെ വരാന്തയിൽ വെച്ചാണ് നടത്താൻ വേണ്ടിയിരുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ കൂടുതലായതുകൊണ്ട് അവിടെ ഇരിക്കാൻ ഉള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണുക, ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വച്ചാണ് ഇപ്പോൾ VBS നടത്തുകയും പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ദുഃഖകരമായ അവസ്ഥകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് പഠന ഉപകരണങ്ങൾ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അതോടൊപ്പം അവർക്ക് ബന്ന്, ബിസ്ക്കറ്റ്, വെള്ളം ഇതെല്ലാം കൊടുക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. ഇവരുടെ VBS ഇന്ന് ഇവിടെ തീരുകയാണ്. പിന്നെ കൂടുതൽ ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുവാൻ കഴിയാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. വേറൊന്നല്ല, ഞങ്ങൾക്ക് താഴെ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വരാൻ തന്നെ ചിലവ് ആട്ടോ കൂലി മാത്രം 750 രൂപ ആവും. അതുപോലെ മറ്റു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാളെ മറ്റൊരു ഗ്രാമത്തിൽ എനിക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പോവേണ്ടതുള്ളതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ പ്രവർത്തനം നിർത്തി ഇന്നുകൂടിയായപ്പോൾ